വിട്ടിരിക്കും. ആ, രണ്ടുപേരും ഒന്ന് ഒപ്പിട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞ മൊഴിയാ. ഒപ്പിട്. ഡോക്ടറെ, ആൾക്കിപ്പോൾ നത്തിങ് ടു വറി. വാള് കൊണ്ടുള്ള വെട്ടാണ്. എന്നാലും വൂണ്ട് അത്ര ഡീപ്പായിട്ടൊന്നുമല്ല. ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്, അതാണ് കുഴപ്പമായത്. ബ്ലഡ് കയറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ ആൾക്ക് ബോധം വീഴും. ഓ ഹേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ വണ്ടി അയാൾ ഇടിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയും അയാളുടെ ശരീരത്തിലില്ല. രക്ഷപ്പെട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടതായിരിക്കും. ഹേ, പേടിക്കണ്ട. ആൾക്ക് ബോധം വരുന്നത് ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി. സാറേ, ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ ഇവൻ്റെ ബ്ലഡ് ഒക്കെ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ, ഡോക്ടർ പറഞ്ഞു പുള്ളിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ, നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്. അല്ല സാറേ, ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ ആ അത് രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല. ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നോണ്ട് പബ്ലിക് ഈ കാര്യങ്ങളൊന്നും ഇടപെടാത്തെ. ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജിലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അവിടെ ചെന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ, ഞങ്ങള് അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞു ഇവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരാം. ശരി സാർ.